ഹായ് ഡിയേഴ്സ്, എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ 4-5 വർഷം പഴക്കമുള്ളൊരു ഗൗൺ ഉപയോഗിച്ചിട്ട് അവരുടെ 4 വയസ്സുള്ള ഒരു മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സ്കർട്ട് ആൻഡ് ടോപ്പാട്ടോ എന്ന് കാണിക്കുന്നത്. വി സ്റ്റാറിൽ വരുന്ന ഇതിൻ്റെ സ്കർട്ട് പോർഷൻ മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ടോപ്പിന് വേണ്ടിയിട്ട് 1/2 മീറ്റർ നെറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്കർട്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്കർട്ട് പോർഷനിൽ നിന്ന് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് പിടിപ്പിച്ചെടുക്കണം. കുഞ്ഞിൻ്റെ സ്കർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിനാൽ ഫുൾ ലെങ്ത്തിൽ നിന്നും 1.5 ഇഞ്ച് കുറച്ചിട്ട് 21 ഇഞ്ചിലൂടെ 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്കർട്ട് പോർഷനിലെ താഴ്വശത്തെ സ്റ്റിച്ച് കട്ട് ചെയ്ത് കളയാത്തതിനാണ് കേട്ടോ 1/2 ഇഞ്ച് മാത്രം കൂട്ടിയെടുത്തിട്ടുള്ളത്. ലൈനിങ്ങും സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് 4 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കർട്ട് പോർഷൻ ലൈനിങ്ങുമായിട്ടൊന്ന് ചേർത്ത് തയ്ച്ചെടുക്കണം. ശേഷം ഇലാസ്റ്റിക് ഇടാനായിട്ട് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ 2 വശവും 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് വർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളർ സീക്വൻസും ഷുഗർ ബീഡ്സും ഉപയോഗിച്ചാണ് ഇതിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 മീറ്റർ നെറ്റും 1/2 മീറ്റർ ക്രേപ്പുമാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ നെറ്റിനെ 4ആയി മടക്കിയെടുത്ത ശേഷം മടക്ക് വശത്തിന് നിന്നാണ് കേട്ടോ അളവുകൾ രേഖപ്പെടുത്തേണ്ടത്. ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് 4.5 ഇഞ്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്തിലും ലെങ്ത്തിലും ഞാൻ 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിലുള്ളൊരു നെറ്റിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് കഴുത്തിന് ചുറ്റിലുമായിട്ട് ഞൊറിവുകൾ ഇട്ട് കൊടുക്കുന്നുണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഷോൾഡർ 5 ഇഞ്ചിലും കൈക്കുഴി 4 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 8 ഇഞ്ചിലാണ് കേട്ടോ ഇവിടെ ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ താഴ്വശത്തും 8 ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിന് ചുറ്റും വെച്ച് കൊടുക്കുന്ന നെറ്റ് 2ആയി മടക്കി വെച്ച് കൊടുക്കുന്നതിനാൽ തയ്യൽ തുമ്പും കൂടി കൂട്ടിയെടുത്തിട്ട് 3 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈനിങ്ങിന് മുകളിൽ ടോപ്പിൻ്റെ തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് തയ്ച്ചെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നെറ്റ് ഞൊറിവുകൾ ഇട്ടിട്ട് നെക്കിന് ചുറ്റിലുമായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അളവുകൾക്കനുസരിച്ച് അടിച്ചു യോജിപ്പിച്ചെടുത്ത ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്കർട്ടിന് മാച്ചായിട്ടുള്ള ഒരു വർക്ക് കൊടുക്കാനായിട്ട് ചോക്ക് ഉപയോഗിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്കർട്ടിൽ ചെയ്തിട്ടുള്ള സെയിം വർക്ക് തന്നെയാണ് ടോപ്പിലും ചെയ്തിട്ടുള്ളത്.
അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.